അതൊക്കെ ഒന്നും മറന്നില്ലല്ലോ, അവിടെ ഒന്നും ഇല്ലല്ലോ. तो हम सामान उधर रखना है। तो बाकी सभी लोग किधर है? ठीक है ना। उसकी घर इधर सामने है आपकी? ചെരുപ്പൊന്നും കൊണ്ട് അങ്ങോട്ടൊക്കെ അങ്ങോട്ട് വരാം. തുറന്ന് സാധനം എടുക്കും, ബാത്റൂം വയ്ക്കും. कैमरा हम जा रहे, वो नहीं है ना इधर, वो भैया नहीं है इधर, घर गया तो अपने बुलाओ उसने, अब बुलाओ उसने, हम जा रहे हैं। ओके भैया, हाँ हम जा रहे हैं ना। हाँ सभी ओके है, सभी अच्छा है। ओके अस्सलाम वालेकुम। अब हैदराबाद? हाँ हैदराबाद, और उधर से आगरा, उधर से दिल्ली। कहाँ बोले तो केरला में तुम्हारा मकान? कोड़िकोड। कोड़िकोड। हाँ पेटीएम को चला गया। हाँ ट्रायल करने के तो पेटीएम को सलाम करो। केरला से कश्मीर जा रही है। बहुत लंबा सफर कर रहे हैं। अभी 2 महीने 2.5 महीने लगता है इधर जाने को। ओके बाय। तो हम जा रहे हैं ना। राइट। थैंक यू वेरी मच। हैप्पी जर्नी। ओके थैंक यू।
Okay. Okay, bye. घर के नीचे सामने है देखो कैंटीन है हाँ 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 आपकी घर इधर सामने है ना हमारा घर उधर आता हाँ ओके और नाश्ता करिए कैंटीन में बाजिक तरह का बाजिक ഇതാണ് സാക്കിർ ഹുസൈൻ പുള്ളിക്കാരനാണ് ഇന്നലെ അവിടെ മറ്റേ പള്ളിയിൽ സ്റ്റേ ചെയ്യാനൊക്കെ സ്ഥലം തന്നത് അപ്പം അതേമാതിരി തന്നെ അപ്പോൾ ഭക്ഷണമൊക്കെ മുപ്പറൊക്കെ തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ബാക്കി യാത്ര തുടരാം അപ്പോൾ ഇനി ഹൈദരാബാദിലേക്ക് ഒരു 230 കിലോമീറ്ററും കൂടി മാത്രമേ ഉള്ളൂ थैंक यू तो आप जा रहे हैं ना हाँ घर के घर उस तरफ केरला से आओ വേടിക്ക് പോവാ ദേ അപ്പോൾ ഞങ്ങൾ തെലുങ്കാന കയറിപ്പോവും വേറെ എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം ഞങ്ങളിപ്പോൾ വന്നത് കുറച്ച് ഉള്ളേരിയയിലെ കൂടെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഇപ്പോൾ ഹൈവേയിലേക്ക് കയറിയത് അപ്പോൾ പിന്നെ കാഴ്ചകളൊക്കെ കുറവാണ് എന്നാലും നല്ല ചൂടാണ് മറ്റേതാകുമ്പോൾ കാഴ്ചയൊക്കെ കണ്ട് പോണത് അറിയില്ല പിന്നെന്ന് പറഞ്ഞാൽ ആ റൂട്ട് എല്ലാവരും കൊടുക്കട്ടോ നല്ല റൂട്ടാണ് അധികം സൈക്ലിസ്റ്റും കാര്യങ്ങളൊന്നും പോവാത്ത നല്ല അടിപൊളി റൂട്ടാണ് ഒരിക്കലും മടുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പം തെലുങ്കാന ഇനി ഇവിടുന്ന് ഹൈദരാബാദ് ഒരു 180 കിലോമീറ്റർ അപ്പം ഹൈദരാബാദി ബിരിയാണിക്ക് കട്ട വെയിറ്റിംഗാണ് അപ്പോൾ അവിടെ പോവുക അവിടെ എത്തിയ പാടന്നെ ആദ്യം സ്ഥലം കാണുന്നതിന് മുന്നേ ഹൈദരാബാദി ബിരിയാണി കഴിക്കണം എന്തായാലും പിന്നെ ഹൈദരാബാദി ചായയും ഇത് രണ്ടുമാണ് ഇപ്പോൾ വിചാരിക്കുന്നത് പിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല ഫുഡ് അപ്പം പോണ വഴിക്ക് അവിടുന്ന് കഴിക്കാം അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് നമുക്ക് ചപ്പാത്തിയാണ് ഒരു ചപ്പാത്തിൻ്റെ എളുപ്പം കണ്ടില്ലേ ആഹാ 2 മതി 4 തുല്യ പിന്നെ കറികളൊക്കെ ഉണ്ട് അപ്പോൾ ഹൈദരാബാദ് ഇനി 145 കിലോമീറ്ററും കൂടി അപ്പോൾ ഇന്നെന്തായാലും അത്രയും ഓട്ടി എത്താൻ പറ്റില്ല അപ്പോൾ എവിടെ സ്ഥലത്ത് ടെൻഡ് ചെയ്യാൻ നോക്കാം എന്നൊരു ബാക്കി പോവാം നാളെ എത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും പോയി നോക്കാം ഇന്ന് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം കിട്ടി അപ്പോൾ ഇനി ഹൈദരാബാദിലേക്ക് ഇവിടുന്ന് ഒരു 140 കിലോമീറ്ററും കൂടി അപ്പോൾ രാവിലെ എണീച്ച് പോവുക നാളെ എത്തൂല 2 ദിവസം കൊണ്ട് അപ്പം വേറെ എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഇന്ന് അപ്പം ഇവിടുന്ന് ചായ കുടിച്ച് അപ്പോൾ നമ്മളെ പറഞ്ഞ് ഇവിടെ നിന്നോളാൻ രാവിലെ പോയാൽ മതി അപ്പം എന്നാൽ നമുക്കിന്ന് ഇവിടെ നിൽക്കാം ഓക്കെ അപ്പം ഇന്നെന്തായാലും കുറച്ച് നേരത്തെ സ്റ്റേ ഒക്കെ കിട്ടിയല്ലേ അപ്പം സൈക്കിളൊക്കെ ഒന്ന് വാഷ് ചെയ്യണം കാരണം ചെയിന് കാര്യങ്ങളൊക്കെ ഫുള്ള് പൊടിയാണ്
ഇന്നിപ്പോൾ 19ാമത്തെ ദിവസമായി. അപ്പം ഫുള്ള് പൊടിയാണ്. അപ്പം എന്തായാലും അതൊന്ന് ക്ലീൻ ചെയ്യാം. നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാനുള്ളതേ ഉള്ളൂ. കയ്യിൽ ഡീസലുണ്ട്, അത് വെച്ച് ആദ്യം ഒന്ന് വാഷ് ചെയ്യൂ, പിന്നെ ലൂബ് എന്തെങ്കിലും ഇടും അതുമേൽ. അപ്പം എന്നാൽ അപ്പോൾ ഈ ദാബക്കാർ അടിപൊളി കേട്ടോ. അപ്പോൾ നമുക്ക് റൂം വന്നിക്കണ്. റൂം പറഞ്ഞാൽ അവർ കിടക്കുന്ന റൂമാണ്, പക്ഷേ രാത്രി നമുക്ക് അവിടെ കിടക്കാം. അതായത് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ. നല്ല ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ വരും. അപ്പോൾ കഴിക്കാൻ പുഷ്ടിയും കോഴിമുട്ടക്കറിയും ഉണ്ട്, പിന്നെ നല്ല ചൂടുള്ള റൊട്ടി. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ കഴിയാം. നല്ല ദാബ സെറ്റപ്പ്, ബെഡൊക്കെ ഉണ്ട്, പിന്നെ ഫാൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം ഓക്കെ ആയി. അപ്പം എന്നാൽ കിടക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇനി രാത്രി എന്നാൽ രാത്രി ഇവിടെ താപ പോയി ചോദിച്ച്. അപ്പോൾ ഒരു പറഞ്ഞ ഇവിടെ നിന്നോളാൻ. അപ്പോൾ ഒരു ഇത് തുറന്നത് ഒരു ഷട്ടറുള്ള റൂമാണ്. അപ്പോൾ അത് തുറന്ന് തന്നിട്ട് ഇവിടെ താപമുള്ള ടൈപ്പ് ഒരു കട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു 6:30 മണിയായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോവാം. കാരണം പെട്ടെന്ന് തുടങ്ങി അത്രയും നല്ലത്. കാരണം നേരത്തെ തുടങ്ങില്ല, എന്തായാലും ഇന്ന് തുടങ്ങി. എന്തായാലും ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. ഇനി മാറ്റണം, പോവാം, ഇത്രേ ഉള്ളൂ. എന്താ അതാണ് ദാബ. ഓരോ റൂമാണിത്. അപ്പം എന്നാ പോവല്ലേ. അപ്പം ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം ഹൈദരാബാദിലേക്ക് ഒരു 102 കിലോമീറ്റർ കൂടി. അപ്പോൾ ഇന്ന് എത്തലുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞ്. അപ്പം പിന്നെ കാലിനൊരു ചെറിയ രീതിയിലൊരു നീര് വന്ന പോയല്ലേ. ഇതാ ഈ ഭാഗത്ത് കണ്ടോ. അപ്പം മരുന്നൊക്കെ വെച്ചിക്കണ്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഹൈദരാബാദ് എത്തിയിട്ട് ഇവിടെ കാണിക്കാം. ഓവർ സ്ട്രെയിൻ എടുത്ത് ചവിട്ടാനും പറ്റില്ല. ഇപ്പം ഇനി 102 കിലോമീറ്ററും കൂടി ഉണ്ട്. എന്തായാലും കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം. രാവിലത്തെ ഭക്ഷണം ചപ്പാത്തി, കോഴിമുട്ട കറി. നല്ല സോഫ്റ്റ് ആട്ടോ ചപ്പാത്തി. നല്ല വെയിലാ, ഒരു രക്ഷയില്ല. അപ്പോൾ ഉച്ചക്കത്തെ കഴിക്കാൻ വേണ്ടി നിർത്തിയതാ. നോക്കാം. അപ്പം ചിക്കൻ കറി റൈസും ആണ് ഇപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്ത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇനി കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പോകാം. എന്തായാലും നല്ല വെയിലാ.
എന്നാൽ പോവല്ലേ, റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പം ഏകദേശം ഒരു 5 മണിയായി. അപ്പോൾ ഇനി അവിടെ ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കണം. പോയേക്കാം. അപ്പോൾ ഇന്നത്തെ സ്റ്റേയും സെറ്റായി. ഇവിടെ സായിബാബ ടെമ്പിളിലാണ്. അപ്പോൾ പണ്ഡിറ്റ്ജീനോട് ഇവിടെ ചോദിച്ച്, അപ്പം പുള്ളിക്കാരൻ പറയുന്നത് അവിടെ നിന്നോളാൻ. അപ്പോൾ നമുക്കിന്ന് അവിടെ കയറി വെക്കാം എന്തായാലും. അപ്പോൾ ഇന്ന് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 25 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഞങ്ങൾ വിചാരിച്ചൊരു അത്ര എത്തുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ രാവിലെ 25 കിലോമീറ്ററും കൂടി ഓടിയാൽ ഇനിയിപ്പോൾ ഹൈദരാബാദ് എത്തും. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. ഓക്കെ. അപ്പം ഇന്ന് ഞങ്ങൾ സായിബാബ ടെമ്പിളിൽ തന്നെയാണ്. അപ്പം ഇവിടുത്തെ റൂമിൻ്റെ ചാവി തരാമെന്നാണ് പറഞ്ഞത്. തുറന്നു നോക്കാം എന്താ അവസ്ഥ. അപ്പോൾ ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ കൂടെ കഴിക്കാൻ ഇതാ റോബസ്റ്റൊക്കെ തന്നിക്കിട്. ഇങ്ങനെടാ പല്ലും രസം ഉണ്ടാവൂലേ? റോബസ്റ്റിൻ്റെ പേര് അപ്പോൾ ഞങ്ങൾക്ക് അമ്പലത്തിലല്ല, അമ്പലത്തിൻ്റെ പുറത്ത് തയ്യ റൂമാണ്. അപ്പോൾ ഇവിടെ നിന്നോളം പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ധാരാളമാണ്. കാരണം ഒരു ടെൻ്റ് അടിക്കുന്ന ടെൻറ്റിൽ നിൽക്കണ നമ്മളാണ്. അപ്പോൾ സ്ലീപ്പ് ബാഗിൻ്റെ ഇവിടെ കിടക്കാൻ തരും. പിന്നെയെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചു വരാം. ഇവിടെ പുറത്ത് ഹോട്ടലുണ്ട്, അവിടെ പോയി ഫുഡ് കഴിക്കാം. ഇത് പോയേക്കാം. അപ്പം അന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട്. ആകെ 60 റുപ്യ ഉള്ളൂ ഇവിടുത്തെ ഫ്രൈഡ് റൈസിന്. എന്തെങ്കിലും കഴിച്ച് നോക്കാം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ റൂമിൽ പോവാം. ഓക്കെ. അപ്പം എന്നാൽ ഓക്കെ, രാവിലെ ഹൈദരാബാദിലേക്കുള്ള റൈഡ് തുടങ്ങാം. എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. പോലെ ഒരു മിനിറ്റ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്തോളൂ. പിന്നെന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് പറയാം.